റബീഇലേക്കുള്ള ഒരു സഫർ ദിവസം 2. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വഫാത്തായി. വ്യാപാര യാത്ര കഴിഞ്ഞ് മദീനയിൽ രോഗബാധിതനായ അദ്ദേഹം തിരിച്ചെത്താൻ കഴിഞ്ഞില്ല. മക്കയിൽ ആമിന റളിയല്ലാഹു അൻഹ തൻ്റെ ഗർഭപാത്രത്തിൽ ആ ലോകത്തിൻ്റെ കാരുണ്യത്തെ വഹിച്ചുകൊണ്ടിരിക്കുന്നു. ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് പിതാവിൻ്റെ മുഖം പോലും കാണാൻ കഴിഞ്ഞില്ല. അനാഥനായാണ് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് വന്നത്. അതുകൊണ്ടായിരിക്കാം അള്ളാഹു ഖുർആനിൽ തൻ്റെ പ്രവാചകനെ ഓർമ്മിപ്പിച്ചത് അലം യജിദ്ക യതീമൻ ഫആവ, അവൻ താങ്കളെ അനാഥനായി കണ്ടെത്തുകയും അഭയം നൽകുകയും ചെയ്തില്ലയോ. സൂറത്തു ദുഹായുടെ 6-ാമത്തെ അധ്യായം. ഇബ്നു ഇസ്ഹാഖും ഇബ്നു ഹിഷാമും ഇബ്നു കസീറും രേഖപ്പെടുത്തുന്നത് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്നുള്ള വ്യാപാര യാത്ര കഴിഞ്ഞ് മടങ്ങവേ മദീനയിലെ ബന്ധുക്കളുടെ വീട്ടിൽ രോഗബാധിതനായി വഫാത്തായി എന്നാണ്. ഇബ്നു ഹിഷാമിൻ്റെ സീറത്തുൻ നബവിയുടെ 1-ാം വോള്യം, ഇബ്നു കസീറിൻ്റെ അൽ ബിദായ വൻ നിഹായ 2-ാം വോള്യം, അർ റഹീഖുൽ മഖ്തൂം എന്നീ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഇന്നത്തെ പാഠം: അനാഥത്വം ഒരു കുറവല്ല. അള്ളാഹുവിൻ്റെ കരുതൽ കൂടെയുണ്ടെങ്കിൽ ലോകത്തിൻ്റെ നേതാവായി വരെ ഉയരാൻ പോലും അതൊരു തടസ്സമല്ല. ഇൻഷാ അല്ലാഹ് നാളെ മഹദിയായ ആമിന ഉമ്മ റളിയല്ലാഹു അൻഹയുടെ അഥവാ ലോകത്തിൻ്റെ കാരുണ്യത്തെ ഗർഭത്തിൽ വഹിച്ച മഹദിയായ മാതാവിൻ്റെ കഥ നമുക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും.